ഹായ് ഓൾ നമസ്കാരം. ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷൻ എല്ലാവരും അപ്ലൈ ചെയ്ത് കാണുമല്ലോ. എത്ര പേര് പഠിച്ചു തുടങ്ങി? ഓക്കെ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷന് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയൊരു സീരീസ്, അതും ഒരു ഫ്രീ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പേര് ഗ്രൂപ്പ് ഡി ലേണിംഗ് എക്സ്പ്രസ് എന്നാണ്. അപ്പോൾ ഈ ഒരു ഫ്രീ സീരീസിലൂടെ നിങ്ങൾക്ക് വേണ്ടി എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ ടോപ്പിക്സുകളും, അതായത് കറക്റ്റ് ഓർഡറിൽ തന്നെ നിങ്ങളിലേക്ക് വളരെ സൗജന്യമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള റീസണിങ് ക്ലാസ് ആണ് ഞാൻ എടുക്കുന്നത്. എൻ്റെ പേര് സുബിൻ സുബകൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിലേക്ക് അടക്കം റീസണിങ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ റീസണിങ്ങിൻ്റെ അനലോഗി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അനലോഗി എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് എത്താം. അനലോഗി എന്ന് പറയുമ്പോൾ അത് ഓർത്ത് വെക്കണം. അനലോഗി എന്താണ്? മലയാളത്തിൽ നമ്മൾ അതിനെ സമാന ബന്ധങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ ഒരു അനലോഗി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ഒരു സിമിലർ റിലേഷൻഷിപ്പിനനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ. സിമിലർ റിലേഷൻഷിപ്പിനനുസരിച്ചിട്ടാണ്. അപ്പോൾ തന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ രീതി അനുസരിച്ച് നമുക്ക് ഇതിനെ എങ്ങനെ, ഏത് രീതിയിൽ, എന്തൊക്കെ ആകാം എന്നുള്ള കാര്യം നോക്കാം. അപ്പം ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് വരുന്നതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കാം. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ കാണുന്നത് A:B, പിന്നെ 2 കുത്ത് C:D എന്ന് പറഞ്ഞ് കാണും. ഈ ഒരു ചോദ്യത്തിന് തന്നെ 2 പ്രത്യേകതകളാണുള്ളത്. ഇത് ചിലപ്പോൾ A എന്ന് പറയുന്നതിനെ B ആയിട്ട് മാറ്റുകയും അങ്ങനെയാണെങ്കിൽ C എന്ന് പറയുന്നതിനെ എന്തായിട്ട് മാറ്റും എന്നുള്ള ഒരു ചോദ്യം. ഓക്കെ ആണല്ലോ. കാണുമ്പോൾ ഇതാണ് A:B then C:D എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു അതായത് ഏകദേശം ഒരു 80% ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, എയിൽ നിന്നുള്ള ഒരു നിശ്ചിത റിലേഷൻഷിപ്പ് കൊണ്ടാണ് എന്താവുന്നത്, B ആകുന്നത്. അങ്ങനെയാണെങ്കിൽ C ഏത് രീതിയിലാണെന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. ഇനി ഇതിൻ്റെ തന്നെ മറ്റൊരു കേസ് എന്ന് പറയുന്നത് A എന്ന് പറയുന്നതിനെ ചിലപ്പോൾ C ആയിട്ടായിരിക്കും മാറ്റുന്നത്. എയിൽ നിന്നുള്ള റിലേഷൻ ഏതിലേക്ക് പോകും, സിയിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ ബിയിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏതാ, D ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് രണ്ടും ഒരേപോലെ തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെ, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി അതേപോലെ തന്നെ ഇതിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും തരുന്നത്. നോക്കി, ഇഫ് A ഈസ് റിലേറ്റഡ് ടു B then C ഈസ് റിലേറ്റഡ് ടു എന്നായിരിക്കും. അപ്പോൾ എയിൽ നിന്ന് എന്ത് ബന്ധമാണ് സിയിലേക്കെങ്കിൽ എന്താണ്, സി ഏത് രീതിയിലാകുമെന്നാണ്. ഓക്കെ ആണല്ലോ. അതും നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി മുന്നോട്ട് പോകുക. ഇനി അതേപോലെ തന്നെ ഇത് നമുക്ക് കുറേ അധികം, ഇപ്പോൾ A:B എന്ന് പറഞ്ഞു തരും, അതേപോലെ തന്നെ C:D എന്ന് പറഞ്ഞു തരും. അപ്പോൾ അതേപോലെ തന്നെ എന്താണ് E:F എന്നൊക്കെ പറഞ്ഞു തരും. എന്നിട്ട് ഇവർ ചോദിക്കാം ഇതുമായിട്ട് ബന്ധമുള്ളത് ഓപ്ഷനിൽ നിന്ന് എടുക്കാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രശ്നമായിട്ടുള്ളത് ഈ ആദ്യത്തെ കേസാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. ഈ രണ്ടാമത് നമ്മൾ പറഞ്ഞ കേസ് ഉണ്ടല്ലോ, അത് വളരെ റെയറായിട്ട് ചോദിക്കത്തുള്ളൂ. സാധാരണഗതിയിൽ എയിൽ നിന്ന് ഒരു നിശ്ചിത ബന്ധത്തോടു കൂടി എന്തുണ്ടാകും, B ഉണ്ടാകും. ദെൻ C അതേപോലെ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് എയുടെയും ബിയുടെയും സ്ഥാനത്തൊക്കെ വരുന്നതാണ്. ഒന്നെന്ന് പറയുന്നത് ഏതാണ്, നമ്പേഴ്സ് ആണ് വരുന്നത്. ഒന്നേതാണ്, നമ്പേഴ്സ് ആണ്. 2 എന്ന് പറയുന്നത് ലെറ്റേഴ്സ് ആണ്. ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് തന്നെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഇത് രണ്ടും കൂടെ ചേർന്ന് വരും. ഏതാ, നമ്പേഴ്സും ലെറ്റേഴ്സും കൂടെ ചേർന്നുള്ളതും വരും. പിന്നെ അതേപോലെ തന്നെ GKയും വരും. ഈ GK എന്ന് പറയുന്ന ഒരുപാട് GK നമ്മൾ പഠിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ തന്നെ പരീക്ഷയ്ക്ക് കൂടുതലായിട്ടും ചോദിച്ച് കാണാറുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെ, ഏത് രീതിയിൽ വരും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ഓപ്ഷന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യം ഇവിടെ എഴുതാം. എന്താണ്, 7 എന്ന് പറയുന്നതിനെ 49 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ 11 എന്ന് പറയുന്നതിനെ എന്തെഴുതും എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഇവിടെ 7 എന്ന് പറയുന്നു, 49 എന്താണ്, 7 സ്ക്വയർ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ 11ൻ്റെ സ്ക്വയറായ 121 ആൻസർ വരുന്നതെന്ന് നമ്മുടെ മനസ്സിലേക്ക് എത്തും. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഓപ്ഷനിൽ കിടക്കുന്ന നോക്കിയിടേ, ഓപ്ഷൻ A 120, ഓപ്ഷൻ B 70, ഓപ്ഷൻ C 77, ഓപ്ഷൻ D എന്ന് പറയുന്നത് 91 ആണെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മുടെ മനസ്സിൽ കണ്ട ആൻസർ ഏതാ, 121 ആണല്ലേ. നമ്മുടെ മനസ്സിൽ കണ്ട ആൻസർ ഏതാണ്, 121. അവിടെ ചെറിയൊരു പ്രശ്നമായി. അപ്പം നമുക്കൊരു ഡൗട്ട്, അയ്യോ ക്വസ്റ്റ്യൻ തെറ്റാണോ എന്ന്.
ഇവിടെയാണ് നമ്മുടെ ബ്രില്യൻസ് നമ്മളിവിടെ തെളിയിക്കേണ്ടത്. നോക്കിയിടെ 7 എന്ന് പറയുന്നതിന് 7 സ്ക്വയർ ആണെന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് 49 എടുത്തത്. ഇതിനെ മറ്റൊരു രീതിയിലേക്ക് നോക്കിയേ, 7 × 7 49 തന്നെ അല്ലേ? ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കും, ഇത് തന്നെ അല്ലേ ഇവിടെ നിങ്ങൾ ഇച്ചിരി മുമ്പ് പറഞ്ഞ 7 സ്ക്വയർ ആണെന്ന്, 7 × 7 തന്നെ അല്ലയോ 7 സ്ക്വയർ എന്ന്. ആ ഒരു ചിന്ത കൊണ്ടല്ല. നിങ്ങൾ നോക്കിയേ, ഇവിടെ 7നെ എക്സ് ആയിട്ട് എടുത്താൽ x × 7 എന്ന് നമുക്ക് എഴുതിക്കൂടായോ? ആ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കിയടേ. 11 × 7 എത്രയാണ്? 77. ആൻസർ ഓപ്ഷനിൽ കിടപ്പുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരണം. അപ്പം നമ്മൾ വിചാരിക്കും ഈ തന്നിരിക്കുന്ന 7 എന്ന് പറയുന്നത് 49 എന്ന് എഴുതിയാൽ 7 സ്ക്വയർ മാത്രമേ ഉള്ളൂ എന്നൊരു ചിന്തയാണ്. പക്ഷെ അങ്ങനല്ല. 7 × 7 എന്താണ്? 49 തന്നെയാണ്. ആ ഒരു ലോജിക്ക് അനുസരിച്ചിട്ടാണ് ഏത് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്? 11 എന്ന് പറയുന്നത് എത്തിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ കൂടി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരെയധികം നല്ല രീതിയിൽ തന്നെ ഇത് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങളിത് വളരെ വലിയ പാടുള്ള കാര്യമാണ് എന്നൊന്നും ചിന്തിക്കേണ്ട. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അനലോഗിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് MCQs നമുക്ക് ചെയ്യാം. MCQ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്കറിയാം. പക്ഷേ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന എന്താണ്? കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ തന്നെയാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ഞാൻ ഏതായാലും ക്വസ്റ്റ്യൻ നിങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിന് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുകയും ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യാം. നിങ്ങളൊരു പേപ്പറും പേനയും എടുത്ത് വെക്കുക. സാധാരണ ആളുകൾ നിങ്ങൾ ഈ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ചെയ്യുന്നത് എന്താ, ഇത് കണ്ടോണ്ടങ്ങിരിക്കും. അത് ചെയ്യുവാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, ശ്രമിക്കത്തില്ല. അത് ചെയ്യുവാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ശ്രമിക്കുന്നില്ല, ചെയ്ത് നോക്കുന്നില്ല എന്നുള്ള. അങ്ങനൊന്നും വേണ്ട. നിങ്ങളിപ്പോൾ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ക്വസ്റ്റ്യൻ തരാം. അത് കഴിഞ്ഞൊരു 2-3 സെക്കൻഡുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് ആൻസർ ചെയ്യാൻ വേണ്ടി തരാം. അപ്പോൾ നോക്കി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദി തേർഡ് വേർഡ് ഇൻ ദ സെയിം വേ ആസ് ദ സെക്കൻഡ് വേർഡ് ഈസ് റിലേറ്റഡ് ടു ഫസ്റ്റ് വേർഡ്. നിങ്ങൾ ആദ്യം കണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ എന്തുവാണ് ഏതാണെന്ന് വിചാരിച്ച് തല പുകയ്ക്കൊന്നും വേണ്ട കേട്ടോ. വേറെ ഒന്നുമില്ല. അതാണ് ശ്രദ്ധിച്ച് നോക്കിയേ. ബൈസൈക്കിൾ എന്ന് പറയുന്ന പെഡലായിട്ട് പറഞ്ഞു, ബൈസൈക്കിൾ പെഡൽ. ദെൻ കാർ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ബൈസൈക്കിൾ എന്ന് പറയുമ്പോൾ പെഡലാണ്. പെഡൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൈക്കിളിൻ്റെ എന്താണ്, ഒരു ഭാഗമാണ്, ഒരു പാർട്ടാണ് ഏതെന്ന് പറയുന്നത്, പെഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ സൈക്കിളിൻ്റെ ഒരു ഭാഗമാണ് ഏത്, പെഡൽ. ഇനി കാറിൻ്റെ ഭാഗം ഏതാണെന്ന് നോക്കാം. നോക്കിയേ, ഷോവൽ, പിന്നെ ഏതാണ്, ഡോറ്, ഹമ്മർ, പിന്നെ വീല്. അപ്പോൾ നോക്കിയേ, ഡോറ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരു കേസാണ് ഏത്, ഡോർ എന്ന് പറയുന്നത്. അപ്പോൾ ചാടി കയറി അങ്ങോട്ട് പോകരുത്. നോക്കിയേ, വേറൊരു സാധനം കൂടെ താഴെ കിടപ്പുണ്ട്, വീൽ എന്ന് പറയുന്നത്. അപ്പം ഡോർ എന്ന് പറയുന്നത് കാറിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, ഇല്ലെന്നല്ല പറയുന്നത്. ഇനി നമുക്ക് ഇവിടെയാണ് നമ്മുടെ ബ്രില്യൻസ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നോക്കിയാലേ, ഈ പെഡൽ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, ഇത് പാർട്ടാണ്. ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, മൂവ്മെൻറ്റിന് വേണ്ടിയാണല്ലോ ഉപയോഗിക്കുന്നത്. സൈക്കിളിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, പെഡൽ. അങ്ങനെ വരുമ്പോൾ നോക്കിയേ, ഡോറാണോ വീലാണോ? വീലല്ലേ കുറച്ചുകൂടെ നല്ല ആൻസർ. കാരണം എന്താണ്, അത് മൂവ് ചെയ്യാനും മൂവ്മെൻറ്റിന് സഹായിക്കുന്ന ഒരു പാർട്ട് കൂടിയാണ് ഏതെന്ന് പറയുന്നത്, വീല്. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കാം, സൈക്കിളിന് എന്തുണ്ട്, വീലില്ലേ? സൈക്കിളിന് വീലുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ചോദ്യത്തിനകത്ത് സൈക്കിളിൻ്റെ വീലിനെ കുറിച്ചല്ല പരാമർശിച്ചിരിക്കുന്നത്, പിന്നെ ഏതാണ്, പെഡലാണ്. ഓക്കെ ആണല്ലോ, പിന്നെ ഏതാണ്, പെഡൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ആൻസറിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ റിലേറ്റഡ് ലെറ്റർ പെയർ ഫ്രം ദ ഗിവൻ ഓൾട്ടർനേറ്റീവ്സ് ആണ്. KW, ദെൻ KW ഈസ് ടു എന്താണ്, FR. അപ്പോൾ ആ രീതിയിൽ വരുന്ന റിലേഷൻഷിപ്പ് ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി നോക്കുക. KW, പിന്നെ ഏതാണ്, FR. നോക്കിയേ, K എന്ന് പറയുന്നത് എത്രയാണ്, 11ാമത്തെ ലെറ്ററും, F എന്ന് പറയുന്നത് എത്രാമത്തെ, 6. അപ്പം നോക്കിയേ, Kയിൽ നിന്ന് 5 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, F കിട്ടും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നോക്കിയേ, W എന്ന് പറയുമ്പോൾ നമുക്കറിയാം 23ാമത്തതാണ്,
R എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 18ാമത്തെ ആണല്ലേ, അവിടെയും എന്താണ് -5 ആണ്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ചിന്തിക്കാം, നമുക്ക് ആ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. നോക്കിയിടേ, ഒ എന്ന് പറയുന്നത് എത്രയാ, 15ാമത്തെ ലെറ്റർ ആണ്, C 3 ആണ്, മൈനസ് അല്ല, -5 അല്ല. ഇനി AB അത് +1 ആണ്, അതുമല്ല. ഇനി അതേപോലെ തന്നെ ഏതാണ്, BW എന്ന് പറയുമ്പോൾ നമുക്കറിയാം B കഴിഞ്ഞിട്ട് ബാക്കോട്ട് എടുക്കുമ്പോൾ A ഉണ്ട്, Z ഉണ്ട്, Y ഉണ്ട്, X ഉണ്ട്, W ഉണ്ട് അല്ലേ. അപ്പോൾ അതെന്താണ്, അപ്പോൾ ബിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്ക് വരാൻ എന്ത് ചെയ്താൽ മതി, -5 എടുത്താൽ മതി. ഇനി അതേപോലെ തന്നെ അടുത്ത ഏതാണ്, എമ്മും ഓയും. M+3 ആണ്, 2 ആണ് ഏത്, നമുക്കറിയാം MNO. അപ്പോൾ അതുമല്ല. ക്ലിയർ അല്ലേ? അപ്പം നമ്മുടെ ആൻസർ ഏതാണ്, IUDP. നമുക്കൊന്ന് നോക്കാം. I എന്ന് പറയുന്നത് എത്രയാ, 9ാമത്തെ ലെറ്റർ ആണ്, -5 4 എന്തായി, D ആയി. U എന്ന് പറയുന്നത് നമുക്കറിയാം 21ാമത്തെ ലെറ്റർ ആണ്, -5 എന്താണ്, 16, അതേതാണ്, P. അപ്പം നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, IUDP. അപ്പോൾ ഇവിടെ എന്താണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരെണ്ണം ഒന്നും വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ നിൽക്കരുത്, ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, 3 സെറ്റായിട്ടുള്ള സാധനങ്ങളാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പം 5th വേർഡ് ഏതിനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്താ, ഞാൻ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ അങ്ങ് വായിക്കാം. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് is related to the 5th word in the same way as the 4th word is related to the 3rd word and the 2nd word is related to first. ഇതൊന്നും വലുതായിട്ട് വായിച്ച് മനസ്സിലായി, അത്ര ഒരു ടെൻഷനിലൊന്നും വേണ്ട, ഓർത്ത് വെച്ചാൽ മതി. നോക്കിയേ, ആൻഡ് എന്ന് പറയുന്നത് ആൻഡ് ഹില്ലാണ് അല്ലേ. ആൻഡ് ഹില്ല് എന്ന് പറയുമ്പോൾ ഉറുമ്പിൻ്റെ കൂന അല്ലേ, ഉറുമ്പിൻ്റെ വാസസ്ഥലമാണല്ലേ, ലിവിങ് പ്ലേസ് ആണല്ലേ, ലിവിങ് പ്ലേസ് ആണ് തന്നിരിക്കുന്നത്. പോണ്ട്, ഡക്ക് എന്ന് പറയുന്നത് പോണ്ട്, അതും അതിൻ്റെ ഒരു ഹാബിറ്റാറ്റിൽ വരുന്ന ഒരു കേസ് തന്നെയാണ് ഏത്, പോണ്ട്. അങ്ങനെയാണെങ്കിൽ ഹോഴ്സ് എന്താണ്, കുതിര എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള കേസ്. ഏതാണ്, കുതിര എവിടെയാണ്. നമുക്കറിയാം ഡെൻ എന്താണ്, ഗുഹയാണല്ലേ, അതായത് സിംഹം, പുലി, കടുവ മുതലായ സാധനങ്ങളൊക്കെയാണ് എവിടെ ഏതിൽ വരുന്നത്, ഡെന്നിൽ വരുന്നത്. പിന്നെ കെണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം, അത് ഈ നമ്മുടെ ശുനകാലയം അഥവാ പട്ടിക്കൂട് അല്ലെങ്കിൽ നായ്ക്കൂട് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു കേസാണ്. അപ്പോൾ അതുമല്ല. പിന്നെ ബി ഹെയ്വ് ഏതാണ്, തേനീച്ചക്കൂട്. അപ്പോൾ ഈ 3 സാധനവും അല്ല. അപ്പോൾ അടുത്തത് തന്നെ, അപ്പോൾ അടുത്ത ഏതാണ്, സ്റ്റേബിൾ ആണല്ലേ. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കുതിരാലയം എന്നാണ്. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കുതിരാലയമാണ് ഏത്, സ്റ്റേബിൾ. അപ്പം നമുക്ക് കിട്ടി, കുതിര എവിടെയാണ് താമസിക്കുന്നത്, സ്റ്റേബിളിലാണ് താമസിക്കുന്നത്. അത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ടി എന്ന് പറയുന്നതിന് ZB DF പിന്നെ അതേപോലെ തന്നെ SU എന്നും, സിൻ എന്ന് പറയുന്നതിന് MOHJRT എന്നും, എങ്കിൽ റിയോ എ എങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് എഴുതി നോക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആവശ്യം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇതിനെ എന്ത് ചെയ്യുക, ഒന്ന് എഴുതുക. ടി എന്താണ്, ZB DF SU. അപ്പോൾ ഒന്ന് ചിന്തിച്ചേ, ZB, ഇസഡിൻ്റെയും ബിയുടെ ഇടയ്ക്കുള്ള ആളാണ് ആര് എ എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ DF, ഡിയുടെയും എഫിൻ്റെ ഇടയിൽ ആരാ, ഇ ഉണ്ട്. എസിൻ്റെയും യുവിൻ്റെ ഇടയിൽ ആരും ഉണ്ട്, ടി. അപ്പം നോക്കിയേ, ഇതെന്തുവാ ഇവിടെ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ എന്താണ്, ആ വേർഡിനെ റിവേഴ്സ് ചെയ്ത് എഴുതി. അതുകൂടാതെ തന്നെ ആ പറഞ്ഞിരിക്കുന്ന ലെറ്ററിൻ്റെ മുന്നിലത്തെയും പുറകിലത്തെയും ലെറ്ററാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സിൻ എന്ന് പറയുന്നതിനെ ഒന്ന് ആലോചിച്ച് നോക്കി. സിൻ എന്ന് പറയുമ്പോൾ SIN ആണ്, പക്ഷെ തിരിച്ചിടണം. അപ്പോൾ N എന്ന് പറയുന്നത് എമ്മിൻ്റെയും ഒയുടെ ഇടയ്ക്കാണ്, I എന്ന് പറയുന്നത് Hൻ്റെയും Jയുടെ ഇടയ്ക്കാണ്, S എന്ന് പറയുന്നത് Rൻ്റെയും Dയുടെയും നടുക്കാണ്. അപ്പോൾ അതും സെറ്റായി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൻസർ ഏതാ, റിയോ. അപ്പോൾ OIR നോക്കുക. O എന്ന് പറയുന്നത് ഏതാണ്, Nൻ്റെയും Pയുടെ ഇടയിലാണല്ലേ. അപ്പോൾ ഈ ഓപ്ഷനിലേക്ക് NP വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷനിലേക്കൊന്ന് നോക്കിയേ, ഏതാ വരുന്നത്, 1ാമത്തെ തന്നെ അല്ലേ. ബാക്കി ഒന്നും ഏതിൽ തുടങ്ങുന്നില്ല, NPയിൽ തുടങ്ങുന്നില്ല. അപ്പോൾ ഇതുകൊണ്ടൊന്നും നമ്മൾ നിർത്തരുത്. ഇനി എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, I എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ്,
എച്ച് ജെ ആണ്. പിന്നെ ആർ എന്ന് പറഞ്ഞത് ഏതാണ്? ക്യു എസ് ആണ്. ക്ലിയർ? ഇത് വരും. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പം മുമ്പും പുറകും ഉള്ളത് മറിച്ചും തിരിച്ചും വന്നാൽ തെറ്റിപ്പോവും. ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ച കേസാണ് ഇതേപോലെ വന്നിട്ടേ എൻ പി ജെ എച്ച് ക്യു എസ്. ഇത് വരുമോ? ഇല്ല. കാരണം മുൻപ് പുറകെ എന്നുള്ള കേസാണ്. ഓക്കെ അല്ലേ? മുൻപ് പുറകു എന്നുള്ള കേസ്. അപ്പോൾ ഇതൊന്ന് എന്ത് ചെയ്യുക? കെയർഫുൾ ആയിട്ട് എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നല്ല രീതിയിൽ ആൻസർ സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. ദെൻ അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത നോക്കി, 5ലേക്ക് നോക്കി. ഇതും നേരത്തെ പറഞ്ഞ പോലെ സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഫിഫ്ത്ത് വേർഡ് ഈസ് ഇൻ ദ സെയിം വേ ആസ് ദ ഫോർത്ത് വേർഡ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് വേർഡ് ആൻഡ് ദ സെക്കൻഡ് വേർഡ് ഈസ് റിലേറ്റഡ് ടു ദി ഫസ്റ്റ് വേർഡ്. നോക്കിയുടെ ക്യാബേജ് വെജിറ്റബിൾ, കസ്റ്റാർഡ് ഡെസേർട്ട്. എങ്കിൽ പീച്ച് എന്താണ്? നമുക്കറിയാം ക്യാബേജ് എന്താണ്? വെജിറ്റബിൾ ആണ്. അതേപോലെ തന്നെ ക്യാബേജ് എന്താണ്? വെജിറ്റബിൾ ആണ്. കസ്റ്റാർഡ് എന്താണ്? ഡെസേർട്ട് ആണല്ലോ, നമ്മൾ കഴിക്കുന്നത് തന്നെയാണ് അല്ലേ. കസ്റ്റാർഡ് നമുക്കറിയില്ല ഇവിടെ എന്താണ്? ഈ പാല് മുട്ടയെല്ലാം കൂടെ ചേർത്തുള്ള ഒരു ആഹാരമാണ് ഏതായിട്ട് എടുക്കുന്നത് നമ്മൾ കസ്റ്റാർഡ് എന്ന് പറയുന്നത്. അതെന്താണ്? ഡെസേർട്ട് ആണ്. അപ്പോൾ പീച്ച് എന്താണ്? നമുക്കറിയാം അതെന്താണ്? ഒരു ഫ്രൂട്ടാണ്. കിടപ്പുണ്ട്. പീച്ച് എന്താണ്? ഫ്രൂട്ട്. നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ ഓറഞ്ച് റെഡിഷ് കളറിൽ വരുന്ന ഒരു തരം അന്ന് തൊലിയോടുകൂടി വരുന്ന എന്താണ്? ഒരു ഫ്രൂട്ടാണ് ഏതെന്ന് പറയുന്നത്? പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്ത് വരും? പീച്ച്. ഓക്കെ അല്ലേ? ദെൻ അതേപോലെ തന്നെ നമുക്ക് ഏതിലേക്ക് വരാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ 6ാമത്തെ ക്വസ്റ്റ്യൻ. എത്ര പേര് ഈ 5 ചോദ്യത്തിന്റെ ഉത്തരം കറക്റ്റായിട്ട് എഴുതി അല്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടി എന്നുള്ള കാര്യം താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ പലർക്കും ഒരു നാണക്കേട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്താണ്? അയ്യോ ഞാൻ എഴുതിയ തെറ്റാണോ? അതൊന്നും നിങ്ങൾ നോക്കണ്ടേ. നിങ്ങളുടെ ആൻസർ എന്താണ്? നിങ്ങൾ നോക്കുക. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ എക്സാമിനേഷനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് മത്സരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കരുത്. ഞാൻ അങ്ങനെ പറയത്തില്ല. ഇപ്പോൾ ഒരു പോസ്റ്റിന് വേണ്ടി 1,00,000 പേര് പരീക്ഷ എഴുതിയെന്ന് വിചാരിച്ചേ, നമുക്ക് ജോലി കിട്ടിയില്ല, നമ്മൾ ആ എക്സാമിനേഷൻ പാസ്സായില്ലെങ്കിൽ നമ്മൾക്ക് മാർക്ക് കുറഞ്ഞത് കൊണ്ടാണ്. നമ്മൾക്ക് അത് ബോധമുണ്ടാവണം. അപ്പം നിങ്ങളുടെ ശരി എന്താണ് തെറ്റെന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പം നിങ്ങൾ തെറ്റിച്ചോ എന്നുള്ളത് നോക്കിയാൽ, നിങ്ങൾ തെറ്റിയത് കൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കുമോ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണ്ട? നോക്കണ്ട. ഓക്കെ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ബാംഗ്ലൂർ എന്ന് പറയുന്നതിന് എന്താണ്? സിറ്റി ഓഫ് ഗാർഡൻ എന്നും ശ്രീനഗർ എന്ന് പറയുന്നതിന് സിറ്റി ഓഫ് ലേക്ക് എന്നും വിളിച്ചാൽ കൊൽക്കത്ത എന്ത് വിളിക്കും? കൊൽക്കത്ത എന്ത് വിളിക്കും? നോക്കിയുടെ സിറ്റി ഓഫ് മൗണ്ടൻ, സിറ്റി ഓഫ് ജോയ്, സിറ്റി ഓഫ് ടെമ്പിൾ, സിറ്റി ഓഫ് ഫ്ലവേഴ്സ്. സിറ്റി ഓഫ് മൗണ്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ള ഏതാണ്? സിംലയാണല്ലേ കൂടുതലും കേട്ടിട്ടുള്ളത്. സിറ്റി ഓഫ് മൗണ്ടൻ സിംലയാണെന്നല്ല ഞാൻ പറയുന്നത്. സിറ്റി ഓഫ് മൗണ്ടനെ സംബന്ധിച്ചിട്ട് പറയുമ്പം നമുക്ക് പറയാം ഏതാണ്? സിറ്റി ഓഫ് 7 ഹിൽസ് ഏതാണ്? സിംലയാണ് അല്ലേ. സിറ്റി ഓഫ് 7 ഹിൽസ് എന്താണ്? സിംലയാണ്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് മൗണ്ടൻസ് എന്നറിയപ്പെടുന്ന ഏതാണ്? ക്യൂൻ ഓഫ് മൗണ്ടൻസ് എന്ന് പറയുന്ന ഏതാണ്? മുസൂറിയാണ് അല്ലേ. ക്യൂൻ ഓഫ് മൗണ്ടൻസ് എന്നറിയപ്പെടുന്ന ഏതാണ്? മുസൂറിയാണ്. ഇനി നോക്കിയേ, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്യാവുന്ന കമന്റ് ചെയ്തിടുക. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ 1ാമത്തതല്ല. പക്ഷേ എന്താണ്? സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കൊൽക്കത്തയാണ് അല്ലെ. സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന ഏതാണ്? കൊൽക്കത്ത. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? സിറ്റി ഓഫ് ജോയ്. ഇതിനകത്ത് ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം നോക്കിയിട്ട്, സിറ്റി ഓഫ് ടെമ്പിൾ ഏതാണ്? മധുരയാണ്. സിറ്റി ഓഫ് ടെമ്പിൾ ഏതാണ്? മധുരയാണ്. സിറ്റി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? സിറ്റി ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന ഏതാണ്? ചണ്ഡീഗഡ് ആണ് അല്ലെ. സിറ്റി ഓഫ് ഫ്ലവേഴ്സ് ഏതാണ്? ചണ്ഡീഗഡ് ആണ്. ഒന്ന് ഓർത്ത് വെക്കുക. അതെ, സിറ്റി ഓഫ് ഫ്ലവേഴ്സ് ചണ്ഡീഗഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ചില സംസ്ഥാനങ്ങൾക്കകത്തും ചില സ്ഥലങ്ങളെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഒരു കാര്യം ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തെ, വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന ഏതാണ്? വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് കൊൽക്കത്ത എങ്ങനെ അറിയപ്പെടുന്നു? സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്നു. അപ്പം നമ്മുടെ GK യുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പിങ്ക് സിറ്റി ഉണ്ട്, ഒക്കെ ആണല്ലോ, ഗാർഡൻ സിറ്റി കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പേരുകൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സെയിം പരിപാടി തന്നെയാണ്. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഫിഫ്ത്ത് വേർഡ് ഇൻ ദ സെയിം വേ ആസ് എന്താണ്? ദ ഫോർത്ത് വേർഡ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് വേർഡ് ആൻഡ് ദ സെക്കൻഡ് വേർഡ് ഈസ് റിലേറ്റഡ് ടു ദി ഫസ്റ്റ് വേർഡ്. നോക്കിയുടെ ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ്, പാർഷ്യൽ, എന്താണ്?
കംപ്ലീറ്റ് എങ്കിൽ വേക്കൻറ്റ് എന്താണ്? എന്തുവാ ഇവിടെ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് അതേപോലെ തന്നെ പാർഷ്യൽ കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അന്റോണിം ആണല്ലേ. അന്റോണിം അഥവാ ഓപ്പോസിറ്റിനെ കുറിച്ചാണല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഓപ്പോസിറ്റ് എന്ന് പറയുന്ന കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഏത് വരും? ഒക്കുപ്പൈഡ്. വേക്കൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഒക്കുപ്പൈഡ്. ഓക്കെ ആണല്ലോ, ഓർത്ത് വെച്ചിരിക്കുക. വേക്കൻ്റ് ഏതാണ്? ഒക്കുപ്പൈഡ്. ഓക്കെ. ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദി തേർഡ് വേർഡ് ഇൻ ദ സെയിം വേ ആസ് സെക്കൻഡ് വേർഡ് ഈസ് റിലേറ്റഡ് ടു ദി ഫസ്റ്റ് വേർഡ്. കാർഡിയോളജിസ്റ്റ് ഹേർട്ട് എങ്കിൽ നെഫ്രോളജിസ്റ്റ് ഏതാണ്? കാർഡിയോളജിസ്റ്റ്. ഇപ്പൊ ഇവിടെ നമുക്കറിയാം, ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനെയും കാര്യങ്ങളൊക്കെ പോയി കാണാറുണ്ട് അല്ലെ. കാർഡിയോളജിസ്റ്റിനെ എപ്പോഴാണ്? ഹേർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? സ്പെഷ്യലിസ്റ്റ് ആണ്. സ്പെഷ്യലിസ്റ്റിനെ സംബന്ധിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹേർട്ടിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ആര്? കാർഡിയോളജിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നെഫ്രോളജിസ്റ്റ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കിഡ്നി ആണല്ലേ. ഏതാണ്? കിഡ്നി. ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ചോദിച്ചോട്ടെ, ഈ ലങ്സുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? പൾമിനോളജിസ്റ്റ് ആണ്. ചിലപ്പോൾ നമുക്ക് എന്താണ് ചെസ്റ്റ് ഫിസിഷ്യൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, പൾമിനോളജിസ്റ്റ് ആണ് മെയിൻലി ഏതാണ്? ലങ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഓക്കെ, അതും എന്ത് ചെയ്യുക? മറക്കാതെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ലിവറിനെ സംബന്ധിച്ചിട്ട് പറയുന്ന ഏതാണ്? ഹെപ്പറ്റോളജിസ്റ്റ് അല്ലേ. ലിവറിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ ഹെപ്പറ്റോളജിസ്റ്റ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകും. അപ്പോൾ ഇതൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ചില സ്പെഷ്യലിസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. ബോൺ എന്ന് പറയുമ്പോൾ അറിയാലോ, ഓർത്തോയെ സംബന്ധിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം മറക്കരുത്, പരീക്ഷയ്ക്ക് സ്ഥിരം വരാറുണ്ട്. ഇനി അതേപോലെ തന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Select the option that is related to the third word in the same way as second word is related to the first word ആണ്. സെക്കൻഡ് വേർഡ് ഈസ്, അപ്പോൾ പെൻഗ്വിൻ എന്താണ്? ചിക്ക് എന്ന് പറയും. ഡക്ക് എന്താണെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? പെൻഗ്വിൻ, ചിക്ക്, പിന്നെ ഏതാണ്? ഡക്കിനെ സംബന്ധിച്ചിട്ടാണ്. ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. എനിക്കറിയാം എല്ലാവർക്കും വളരെ വിറകുന്ന കിട്ടും. ഇവിടെ എന്തിനെ സംബന്ധിച്ചിട്ടാണ്? യങ് വൺസ് ആണ് അല്ലേ. യങ് വൺസ് ആണ്, കുട്ടിക്കാലത്തിനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ഏതാണ്? ഡക്ക് ഏതാണ്? ഡക്ലിംഗ് ആണ്. ഏതാണ്? ഡക്ക് ഏതാണ്? ഡക്ലിംഗ്. ഓക്കെ, താറാവിൻ്റെ കുട്ടി താറാവിനെ നമുക്ക് അങ്ങനെയാണ് വിളിക്കുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ജോയ് എന്താണ്? കങ്കാരുവിനെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ ഏത് പറയുന്നത്? ജോയ് പറയുന്നത് കേട്ടോ. അത് ഓർത്ത് വെച്ചിരിക്കുക. ജോയ് എന്നാണ് കങ്കാരുവിനെ. കബ് എന്താണ്? കബ് എന്ന് പറയുമ്പോൾ ബിഗ് ക്യാറ്റുകളെയൊക്കെ, ബിഗ് ക്യാറ്റ്സ് എന്ന് പറയുമ്പോൾ ഓർക്കണം ഏതാണ്? നമ്മുടെ ലയണ്, ടൈഗർ പോലുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരും. പിന്നെ ബിയറിൻ്റെയും ഫോക്സിൻ്റെയും കുട്ടികളെയൊക്കെ ഏതെന്ന് പറയാറുണ്ട്? കബ് എന്ന് പറയാറുണ്ട്. പിന്നെ കിറ്റൺ അറിയാലോ, ക്യാറ്റിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തെ, ഇവിടെ എന്താണ് പരീക്ഷയ്ക്ക് നമ്മൾ ഈ ചോദ്യത്തിനകത്ത് എന്താണ്? യങ് വൺസിനെ സംബന്ധിച്ചിട്ടാണ്. ഇതേപോലെ തന്നെ ഇവരുടെ വാസസ്ഥലത്തിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു. ഇനി ഇവരുടെ സൗണ്ടിനെ കുറിച്ച് ചോദിക്കാം. പിന്നെ അതേപോലെ തന്നെ എന്താണ്? മെയില് ഫീമെയിലിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധാപൂർവ്വം ഒന്ന് നോക്കി എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. ദെൻ അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. സെലക്ട് ദ റിലേറ്റഡ് നമ്പർ ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. എന്താണ്? 0.16നെ എന്തായിട്ട് എഴുതി? 0.0016 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ 1.02നെ എങ്ങനെ എഴുതാം? 1.02നെ എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. നോക്കിയേ, 0.16നെ എഴുതിയിരിക്കുന്നത് 0.0016 ഇങ്ങനെ വരുമ്പോൾ ഒറ്റയടിക്ക് അറിയാം എത്രയാണ്? ഡിവൈഡ് ബൈ 100 ആണല്ലേ. ഏതാണ്? ഡിവൈഡ് ബൈ 100 ആണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഏതാണ്? 1.02 ഡിവൈഡ് ബൈ 100 വരുമ്പോൾ എന്താ പ്രത്യേകത? 0.0102. 0.0102. ക്ലിയർ അല്ലേ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. ഇതൊക്കെ വളരെ എളുപ്പത്തിന് തന്നെ എനിക്കറിയാം, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലേക്ക് എത്തുന്നതാണ്. ഇപ്പം നമ്മൾ എത്രയാണ്? 10 ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്തു. എത്ര ചോദ്യമാണ്? 10 ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിനകത്ത് 10ഉം ശരിയായിട്ടുള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് കൈവെക്കുകയോ ഒന്ന് കമൻറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാം കേട്ടോ. 10ഉം ശരിയായിട്ടുള്ള കാര്യം. അപ്പോൾ ഏതാണ്ട് പകുതിയോളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പകുതിയോളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഏതായാലും ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങളൊന്ന്
ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓർത്ത് വെക്കുക, 10 ചോദ്യം ഇപ്പോൾ കഴിഞ്ഞു. ഈ 10 എണ്ണത്തിലെ 10 ശരിയായിട്ടുള്ളവർ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്തിടുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയിടേ. 5 എന്ന് പറയുന്നതിനെ നമ്മൾ എന്തായിട്ട് എഴുതി, 21 ആയിട്ട് എഴുതി. അങ്ങനെയാണെങ്കിൽ 7 എന്ന് പറയുന്നതിന് എന്ത് എഴുതും? അപ്പോൾ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, കമൻറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കി, നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ കയ്യിൽ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇനി ചെയ്യേണ്ട രീതിയിലേക്ക് നോക്കി. 5നെ എങ്ങനെ 21 ആക്കാം? നമുക്കറിയാം 5ന്റെ കൂടെ എന്ത് ആഡ് ചെയ്യാം, 16 ആഡ് ചെയ്താൽ 21 കിട്ടും. അപ്പോൾ എന്ത് ചെയ്യാം, 7ന്റെ കൂടെ 16 ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ എത്രയാ കിട്ടുന്നത്, 23. ഓപ്ഷനിലുണ്ടോ? ഇല്ല. ഇനി നോക്കിയേ, 5വുമായിട്ട് ബന്ധപ്പെട്ട് 21ലേക്ക് വരുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. എങ്ങനെ എടുക്കാം? 5ന്റെ സ്ക്വയറെ -4 ചെയ്താൽ 21 കിട്ടും. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ 5 × 4 + 1 ചെയ്താലും എത്ര കിട്ടും, 21 ചെയ്യും. അപ്പോൾ ഞാനിത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് സീരീസിനകത്തുമൊക്കെ ഈ ഒരു പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്നതാണ്. അതൊന്ന് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഏതായാലും 23 അല്ല. ഇനി നോക്കിയേ, 7² എന്ന് പറയുന്നത് എത്രയാണ്, 49 ആണ്. അതേ -4 ചെയ്താൽ കിട്ടുമോ എന്ന് നോക്കിയേ. 49 - 4 എത്രയാ, 45. വന്നിട്ടില്ല. ഇനി അതേപോലെ തന്നെ 7 × 4 + 1, 7 × 4 എത്രയാണ്, 28 + 1 29. അതും ഇല്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നോക്കി അതല്ല. അപ്പോൾ ഒന്ന് മാറ്റി ഒന്ന് ചിന്തിച്ചേ, ഈ 4 എങ്ങനെ വന്ന് കാണും ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 എങ്ങനെ വന്ന് കാണും എന്ന്. അതായത് ഇവിടുത്തെ കേസ് നോക്കിയേ, 5 × 4 4 എങ്ങനെ വന്നു. ഇപ്പോൾ എക്സ് ആണെങ്കിൽ എക്സ് -1 അല്ലേ, x - 1 + 1 ആയിട്ട് നമുക്ക് എഴുതിക്കൂടായോ? നോക്കിയിട്ട് 5 × 5 - 1 4 + 1 അങ്ങനെയും ചെയ്യാം. ഈ സെയിം ലോജിക്ക് തന്നെ മേളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, x² - x - 1 അതും നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത്? 7 × 7 - 1 6 + 1 42 + 1 എത്രയാ, 43. ആൻസർ എന്ത് വന്നു, 43. അതേപോലെ തന്നെ നോക്കിയേ, 7² - 7 - 1 അതും നമുക്ക് കിട്ടും. എത്രയാണ്, 49 - 6 അന്നേരം എത്ര കിട്ടിയത്, 43. രണ്ടായാലും നമ്മുടെ ആൻസർ എത്ര തന്നെയാണ്, 43 തന്നെയാണ്. നമ്മുടെ ആൻസർ എത്ര തന്നെയാണ്, 43. അപ്പോൾ ഇത്രയൊക്കെ ചിന്തിക്കണമെന്ന് ചോദിക്കാം. മിക്കവാറും ഒക്കെ നമുക്ക് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നേ. ഇപ്പോൾ അതായത് x² - x - 1 x × x - 1 + 1 എന്താണ്, സെയിം തന്നെയാണ് കേട്ടോ. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ആണോ, ഇത്ര ടെൻഷനായിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് എന്ത് വരുള്ളൂ. ദെൻ അതേപോലെ തന്നെ അടുത്ത കേസ് ഒന്ന് നോക്കി. 10 എന്ന് പറയുന്നതിനെ 99 എന്ന് വിളിച്ചു. 10 എന്ന് പറയുന്നതിനെ 99. അങ്ങനെയാണെങ്കിൽ 9നെ എന്ത് വിളിക്കുമെന്നുള്ളതാണ്. ഓപ്ഷൻ കിടക്കുന്നത് 49 83 80 50. 49 83 80 50. എന്താണ് അതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. നമുക്കറിയാം 10 × 10 - 1 എത്രയാണ്, 10 × 10 നോക്കിയേ, 10 × 10 - 1 -1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100 - 1 എത്രയാ, 99. അങ്ങനെ വരാം. 10ന്റെ സ്ക്വയർ -1 വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എത്രയാണ്, 100 - 1 വരാം. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, ഈ രണ്ട് കാര്യം ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. 10 × 9 - 1 അതായത് 90 - 1 89 ഇല്ല. അപ്പോൾ അതല്ല. ദെൻ അതേപോലെ തന്നെ ഇനി അടുത്ത ഏതാ, 10ന്റെ സ്ക്വയർ എടുത്തപ്പോൾ 9ന്റെ സ്ക്വയർ -1 81 - 1 എത്രയാടേ, 81 - 1 80. ആൻസർ എവിടെ ഉണ്ട്, ഓപ്ഷൻ സി. ആൻസർ എവിടെ ഉണ്ട്, ഓപ്ഷൻ സി. വലിയ നമ്പരൊക്കെ ആണെങ്കിലേ ഇവിടെ ഇപ്പം നോക്കിയേ, 10ന്റെ കൂടെ 89 കൂട്ടിയാൽ കിട്ടും അല്ലേ. 10ന്റെ കൂടെ എന്ത് ചെയ്യാം, 89 കിട്ടിയാൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ 9ന്റെ കൂടെ 89 കൂട്ടിക്കൂടെ എന്ന് ചിന്തിക്കണ്ട കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരുടെയും ഞാൻ മിക്കവാറും ഒക്കെ ഓഫ്ലൈനിലൊക്കെ എടുക്കുമ്പോൾ പലരും ചോദിക്കുന്ന കേസാണ്, സാറേ ഈ 10ന്റെ കൂടെ 89 കൂട്ടിയാൽ നമുക്ക് 99 കിട്ടില്ലേ, അങ്ങനെയാണെങ്കിൽ 9ന്റെ കൂടെ 89 കൂട്ടിയെന്ന് ആൻസർ അല്ലേ? മേ ബി ആൻസർ ആണ്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ അത്രയും വലിയ നമ്പറുകളൊന്നും സാധാരണഗതിയിൽ അങ്ങനെ ക്വസ്റ്റ്യൻസിലൊന്നും വരാറില്ല.
വന്നു കൂടായികയില്ല. പക്ഷെ അന്നേരം ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് ചെയ്യുന്നത് മാത്രമേ എന്ത് കാണത്തുള്ളൂ, ആൻസറിൽ കാണത്തുള്ളൂ കേട്ടോ. അത് ഓർത്ത് വെച്ചിരിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഏത്? ഹോസ്പിറ്റൽ ഈസ് റിലേറ്റഡ് ടു ട്രീറ്റ്മെന്റ് ആണ്. ഹോസ്പിറ്റൽ ഈസ് റിലേറ്റഡ് ടു ട്രീറ്റ്മെന്റ് ഇൻ ദ സെയിം വേ ആസ് സ്കൂൾ ഈസ് റിലേറ്റഡ് ടു. ഹോസ്പിറ്റൽ എന്തായിട്ടാണ് പറയപ്പെടുന്നത്? ട്രീറ്റ്മെന്റ് ആയിട്ടാണ് പറയപ്പെടുന്നത് അല്ലേ? ഹോസ്പിറ്റൽ എന്തായിട്ടാണ് പറയുന്നത്? ട്രീറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സ്കൂളിന് എന്ത് പറയാം? ഇതിൽ നോക്കി, എഡ്യൂക്കേഷൻ ഉണ്ട്, സ്റ്റുഡൻ്റ് ഉണ്ട്, ടീച്ചർ ഉണ്ട്, ക്ലാസ് റൂം ഉണ്ട്. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ളതാണല്ലേ ഹോസ്പിറ്റല്. അങ്ങനെ ആകുമ്പോൾ സ്കൂൾ എന്തിനു വേണ്ടിയുള്ളതാ? എഡ്യൂക്കേഷന് വേണ്ടിയുള്ളതാണ്. സ്കൂളിൽ ക്ലാസ് റൂം ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്നത് എങ്ങനെ? ഹോസ്പിറ്റല് നമുക്ക് എന്താണ്? നേഴ്സിംഗ് റൂം, കൺസൾട്ടൻസി റൂം, കാഷ്വാലിറ്റി എന്നൊന്നും അല്ലല്ലോ തന്നിരിക്കുന്നത്, ട്രീറ്റ്മെന്റ് അല്ലേ. അപ്പോൾ ഹോസ്പിറ്റൽ എന്തിനു വേണ്ടിയാണ്? ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആൻസർ എന്താണ്? സ്കൂൾ എന്ന് പറയുന്നത് എഡ്യൂക്കേഷന് വേണ്ടിയുള്ളതാണ് അല്ലേ. ഏതാണ്? എഡ്യൂക്കേഷൻ. ഓർത്ത് വെക്കണം കേട്ടോ. ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചിരിക്കാം. എന്താണെന്ന് വെച്ചാൽ കോഡിംഗ് ഡീകോഡിങ്ങിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. കാരണം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. ഇവിടെ എല്ലാ വവ്വൽസും ഉള്ള ഒരു വേർഡാണ് ഏതെന്ന് പറയുന്നത്? എഡ്യൂക്കേഷൻ. ഓക്കെ, നമ്മൾ കോഡിംഗ് ഒക്കെ പഠിക്കുമ്പോൾ ഇതുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും കേട്ടോ. അതെന്താണെന്നുള്ള കാര്യമൊക്കെ ഞാൻ അന്നേരം പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇതിൻ്റെ ഒരു പ്രത്യേക ഘടന, ഈ ഒരു വേർഡിൻ്റെ പ്രത്യേക ഒരു ഘടന ആ രീതിയിലാണ്. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ അത് റിവീൽ ചെയ്യുന്നില്ല, നമ്മൾ ക്ലാസ്സിൽ അത് കറക്റ്റായിട്ട് പറയും. ഓക്കെ, ഇനി വരുന്നുണ്ടല്ലോ. ഓക്കെ, ദെൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 14ാമത്തെ ക്വസ്റ്റ്യൻ, വോൾ ഈസ് റിലേറ്റഡ് ടു ബ്രിക്ക്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം, വോളും ബ്രിക്കും തമ്മിലുള്ള ബന്ധം എന്താ? കട്ടകൾ എന്താണ്? ഭിത്തി എന്തിലാണ്? കട്ടയിലാണല്ലേ പണിയുന്നത് അല്ലേ? കട്ട കൊണ്ടാണല്ലേ പണിയുന്നത്. അങ്ങനെയാണെങ്കിൽ ബുക്ക് എന്തുകൊണ്ടാണ്? അപ്പം ഭിത്തി എന്ന് പറയുന്നത് ബ്രിക്ക് വെച്ചിട്ടാണ് നിർമ്മിക്കുന്നതെങ്കിൽ, ഇവിടെ നിർമ്മിക്കുന്നതെന്ന് എഴുതിയിട്ടില്ല, പക്ഷെ നമ്മളത് മനസ്സിലാക്കിയെടുക്കണം. വോള്, ബ്രിക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ ബുക്ക് എന്താണ്? പേജ് ഉണ്ട്, ബൈൻഡിങ് ഉണ്ട്, നോവലുണ്ട്, സ്റ്റോറി ഉണ്ട്. ആ ബുക്കിനകത്ത് എന്തുവാ ഉള്ളത്? പേജസ് ആണല്ലേ. അപ്പോൾ പേജസ് എല്ലാം കൂടെ ചേർത്താണ് ഏത് നിർമ്മിക്കുന്നത്? ബുക്ക്. എളുപ്പമുള്ളതല്ലേ? ഓക്കെ, എളുപ്പമല്ലേ? ഓക്കെ, ഇത് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ചിലപ്പോൾ നമുക്ക് കൺഫ്യൂസ് ചെയ്യിക്കുന്ന കുറേ അധികം കാര്യങ്ങൾ ഓപ്ഷനിലേക്ക് ഉണ്ടാവും കേട്ടോ. കുറേ അധികം കാര്യങ്ങൾ എന്തിലുണ്ടാവും? ഓപ്ഷനിലുണ്ടാവും. അത് മറക്കരുത്. ദെൻ അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഇങ്ക് ഈസ് റിലേറ്റഡ് ടു പെൻ. എന്താണ്? ഇങ്ക് ഈസ് റിലേറ്റഡ് ടു എന്താണ്? പെന്നാണ്. ഇങ്ക് എന്താണ്? പെന്നുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻ ദ സെയിം വേ ആസ് ഡാഷ്. അപ്പോൾ താഴെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇങ്കിന്റെ കാര്യം പറഞ്ഞു. ഇങ്കിന്റെ കാര്യം പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? പെൻ. പെന്ന് നോക്കിയേ, പെന്നിൽ എന്തുണ്ട്? മഷിയുണ്ട് അല്ലേ. പെന്നിൽ എന്തുണ്ട്? മഷിയുണ്ട്. കാരണം മഷിയില്ലെങ്കിൽ പേന ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതേപോലെ തന്നെ നോക്കിയേ, വോൾ ഈസ് റിലേറ്റഡ് ടു വിൻഡോ. വോൾ ഈസ് റിലേറ്റഡ് ടു വിൻഡോ. ഭിത്തി ഉണ്ടെങ്കിലേ വിൻഡോ ഉള്ളോ? അല്ലെങ്കിൽ വിൻഡോ ഉപയോഗിക്കണമെങ്കിൽ ഭിത്തി വേണം എന്ന വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് അല്ല. ദെൻ അടുത്ത് എന്താണ്? സിറ്റി ഈസ് റിലേറ്റഡ് ടു ടൗൺ. ഒരിക്കലും അല്ല അല്ലേ. സിറ്റി ഈസ് റിലേറ്റഡ് ടു ടൗൺ അല്ല. വാട്ടർ ഈസ് റിലേറ്റഡ് ടു ലിക്വിഡ്. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി ഈസ് റിലേറ്റഡ് ടു ടോർച്ച്. ഈ രണ്ട് കാര്യങ്ങളും നമ്മളിവിടെ പറയുന്നുണ്ട്. നോക്കിയേ, വെള്ളം എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ആണ് അല്ലെ, ദ്രാവകാവസ്ഥയിലുള്ളതാണ് ഏത്? വെള്ളം. അപ്പോൾ അതുമല്ല. അപ്പോൾ ആൻസർ ഉറപ്പായിട്ടും ഏത് തന്നെയാണ്? ബാറ്ററി ഈസ് റിലേറ്റഡ് ടു ടോർച്ച്. അതായത് ടോർച്ച് കത്തണമെങ്കിൽ ഏത് വേണം? ബാറ്ററി വേണം. ടോർച്ച് കത്തണമെങ്കിൽ ഏത് വേണം? ബാറ്ററി. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ബാറ്ററി ഈസ് റിലേറ്റഡ് ടു ടോർച്ച്. കാരണം ഇങ്ക് ഈസ് റിലേറ്റഡ് ടു പെൻ. പെൻ യൂസ് ചെയ്യണമെങ്കിൽ അതിനകത്ത് വേണം? ഇങ്ക് വേണം. അപ്പോൾ അതേപോലെ തന്നെ ടോർച്ച് യൂസ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ആര് ആവശ്യമാണ്? ബാറ്ററി ആവശ്യമാണ്. ഓക്കെ അല്ലേ? ദെൻ അതേപോലെ തന്നെ അപ്പോൾ 15 ക്വസ്റ്റ്യൻ ആയി. 15 ശരിയായിട്ടുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞേക്കണേ. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നടക്കാം. ടോക്ക് ഈസ് റിലേറ്റഡ് ടു സ്പീക്ക്. Talk is related to speak in a certain way. Similarly, honest is related to truthful. Honest is related to truthful. Following logic, listen is related to. Listen is related to. ഒന്ന് പറഞ്ഞേ. ടോക്ക് എന്ന് പറയുന്നത് എന്താണ്? സ്പീക്ക് ആണ്. പിന്നെ ഹോണസ്റ്റ് എന്താണ്? ട്രൂത്ത്ഫുൾ ആണ്. അങ്ങനെയാണെങ്കിൽ ലിസൺ എന്താ? മ്യൂസിക് ആണോ? ഇയേഴ്സ് ആണോ? ഹിയർ ആണോ? ഇഗ്നോർ ആണോ? മ്യൂസിക് കേൾക്കുന്നുണ്ട്. ലിസൺ കേൾക്കാൻ വേണ്ടിയുള്ളതാണ് ഏത്? ഇയേഴ്സ്. പിന്നെ ഏതാണ്? ഹിയർ. അതൊരു പ്രവൃത്തിയല്ലേ? ഇവിടെയും പ്രവൃത്തികളെ കുറിച്ചല്ലയോ പറയുന്നതെല്ലാം തന്നെ. അപ്പോൾ ആൻസർ ഏതാണ്? ഹിയർ ആണ്. ആൻസർ ഏതാണ്?
ഹിയർ ആണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊരു കണക്കിന് നോക്കിയാൽ എന്താണ്, ഒരു മീനിങ് പോലെ തന്നെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഓപ്പോസിറ്റ് പറഞ്ഞായിരുന്നു. നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു? ഒരു ഓപ്പോസിറ്റ് പറഞ്ഞായിരുന്നു. ഇവിടെ എന്താണ്, അതേപോലെ തന്നെ അതിൻ്റെ നേരെ വിപരീതമായ മീനിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് നമ്മൾ ഇവിടെ ഇതിൽ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഏതായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കി, 42നെ 20 എഴുതി, അങ്ങനാണെങ്കിൽ 64നെ എങ്ങനെ എഴുതാം? 42നെ 20 എഴുതി, അങ്ങനാണെങ്കിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വലുതിന്ന് ചെറുതിലോട്ടല്ലേ? അപ്പോൾ 42നെ 20 ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 22 കുറച്ചാൽ മതി. അതാ നമ്മുടെ ആദ്യത്തെ ചിന്ത. അങ്ങനാണെങ്കിൽ 64ൽ നിന്ന് 22 കുറച്ചാൽ എത്രയാ? 42 വരുന്നത്. അത് ഓപ്ഷനിലുണ്ടോ? ഇല്ല. ഇനി എന്ത് ചെയ്യാം? അപ്പോൾ ഇങ്ങനെ വലുതിന്ന് ചെറുതിലേക്ക് വരുവാണെങ്കിൽ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാലും മതിയടോ. എന്താണ് ആ 20യെ 42 ആക്കാൻ എന്താണ്? ആദ്യം നോക്കി, 20യുടെ ഒരു മൾട്ടിപ്പിൾ പിന്നെ അടുത്തുണ്ടോ? ഉണ്ടല്ലേ, ഇൻറ്റു 2 പ്ലസ് 2. അതേപോലെ തന്നെ ഇവിടെ ഈ രീതി എന്തിന് 64നെ എങ്ങനെ വരാം എന്നുള്ള കേസാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ എക്സ് ഇൻറ്റു 2 പ്ലസ് 2 അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സ് ഇൻറ്റു 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 62 ആയിട്ട് എഴുതാം. അപ്പോൾ എക്സിനെ എന്തായിട്ട് എഴുതാം? 62/2. അപ്പോൾ എത്ര വരാം? 31 വരാം അല്ലേ? എത്ര വരാം? 31. ഇത് രണ്ട് രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോക്കി, ഈ ഒരു ലോജിക്ക് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 42 ഡിവൈഡ് ബൈ 2 -1 എന്ന് എഴുതാം അല്ലേ? 42 ഡിവൈഡ് ബൈ 2 -1. 42 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 21 ആണ്. 21 - 1 എത്രയാ? 20. അങ്ങനെ ആകുമ്പോൾ 64 ഡിവൈഡ് ബൈ 2 എത്രയാ? 32 ആണ്. 32 - 1 31 ആണ്. ഏതാണ്? 31. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ മൊത്തം എത്ര ക്വസ്റ്റ്യൻ ആയി? 17 ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു 3 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കിയേ, 6 എന്ന് പറയുന്നതിനെ 18 എന്ന് വിളിക്കുന്നു. ദെൻ 8നെ എങ്ങനെ വിളിക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 6നെ നമ്മൾ 18 എന്ന് വിളിക്കും. അപ്പം നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കേസ് എന്താണ്? 6 × 3 എത്രയാ? 18 ആണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് 8 × 3 എത്രയാണ്? 24 ആയി. 24 വെച്ച് ഇതിലോട്ട് നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? നോക്കിയേ, 28, 32, 36, 25 വല്ല കാര്യമുണ്ടോ? അല്ല. അപ്പോൾ അല്ല എന്നല്ല, ഇല്ല. അപ്പോൾ ഏത് വരും? അപ്പോൾ നമ്മൾ അന്നേരമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി 18ആയിട്ട് ബന്ധപ്പെട്ട് നോക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളിവിടെ എത്രയാണ്? 6ൻ്റെ കൂടെ 12 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 18 കിട്ടും. അപ്പോൾ 8ൻ്റെ കൂടെ 12 കൂട്ടിയാൽ നമുക്ക് 20 കിട്ടും. ദാ കിടക്കുന്നു, അതുമില്ല, പോയി. ഇനി എന്നാ ചെയ്യാം? അപ്പോഴാണ് നമ്മൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ ഈ 18ആയിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് എങ്ങനെയൊക്കെ നോക്കാം എന്നുള്ള കേസാണ്. നോക്കിയേ, 6 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 6ൻ്റെ ഈ ഒരു ഡയറക്റ്റ്ലി ഒരു മൾട്ടിപ്പിൾ കിട്ടുന്നില്ല എങ്കിൽ ഇനി 18ൻ്റെയും 6ൻ്റെയും വരുന്ന വേറെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ഉണ്ടോ നോക്കി. 18ഉം 6ഉം വരുന്ന 18ൻ്റെ മൾട്ടിപ്പിളും ആയിരിക്കണം, 6ൻ്റെ മൾട്ടിപ്പിളും ആയിരിക്കണം. എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ? ഉണ്ടല്ലേ, 36 ഉണ്ടല്ലേ. കാരണം 18ൻ്റെ മൾട്ടിപ്പിളും ആണ്, 6ൻ്റെ മൾട്ടിപ്പിളും. ഈ 36 എന്ന് പറയുന്നത് ഏതാ? 6ൻ്റെ സ്ക്വയർ അല്ലേ? 36 എന്ന് പറയുന്നത് ഏതാ? 6ൻ്റെ സ്ക്വയർ അല്ലേ? ഓർത്തേ. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ആ 6 ഞാൻ പറഞ്ഞ കേസ് നിങ്ങൾ ചാടിക്കയറി 36ലേക്ക് പോകണമെന്നല്ല. അപ്പോൾ ആദ്യത്തെ പരിപാടിയെല്ലാം പാളി, അതില്ല. ഇനി നമ്മളെന്താ അടുത്ത ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ നോക്കണം. അടുത്ത് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ പറയത്തില്ല, നമ്മുടെ ഉള്ളിലെ ഫ്രോഡുകൾ വെളിയിൽ വരണം എന്ന് പറയത്തില്ല ഇവിടെ. അതേപോലെ തന്നെ ഇനി നോക്കിയേ, 6ൻ്റെയും 18ൻ്റെയും കോമൺ മൾട്ടിപ്പിൾ ഉണ്ടോ എന്ന് നോക്കുക. 6നും 8നും കോമൺ മൾട്ടിപ്പിൾ ഉണ്ടോ? ഉണ്ട്. ഏതാണ്? 36. 36നെ മറ്റൊരു രീതിയിൽ പറയാം, 6ൻ്റെ സ്ക്വയർ ആയിട്ടും പറയാം അല്ലേ. അപ്പോൾ 6ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 നോക്കിയേ. 6ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 എത്രയാണ്? 18 ആണ്. അങ്ങനാണെങ്കിൽ 8ൻ്റെ സ്ക്വയർ എത്രയാണ്? 64 ആണ്. ഡിവൈഡ് ബൈ 2 എത്രയാ? 32. ഓപ്ഷനിലുണ്ടോ? അതാ കിടക്കുന്നു, ഓപ്ഷൻ ബിയിൽ. ഏതിലുണ്ട്? ഓപ്ഷൻ ബിയിൽ. ക്ലിയർ അല്ലേ? അപ്പോൾ അതും സെറ്റായി. നോക്കിയേ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം, അപ്പോൾ ഇത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്ക് ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പോൾ ഇതൊരു
നമ്മൾ ഈ പറയത്തില്ലേ പരീക്ഷയ്ക്ക് ഒരു സാമ്പിൾ വെടിക്കെട്ടെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള കാര്യം തന്നെയാണ്. ടെൻഷൻ ആവേണ്ട, എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്ലിയർ ചെയ്ത് തരും, സെറ്റ് ചെയ്ത് തരും. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ്? സ്റ്റീൽ ഈസ് റിലേറ്റഡ് ടു അലോയ്. സ്റ്റീൽ എന്താണ് നമുക്കറിയാം, സ്റ്റീൽ എന്താണ്? അലോയ് ആണല്ലേ. അങ്ങനെയാണെങ്കിൽ സിങ്ക് എന്താണ്? സ്റ്റീൽ അലോയ് ആണ്, സിങ്ക് എന്താണ്? സിങ്ക് അപ്പം നോൺ മെറ്റൽ ആണോ, മെറ്റൽ ആണോ, കോമ്പൗണ്ട് ആണോ, ഹാലജൻ ആണോ? സിങ്ക് നോൺ മെറ്റൽ ആണോ, മെറ്റൽ ആണോ, കോമ്പൗണ്ട് ആണോ, അതോ ഹാലജൻ ആണോ? നമുക്കറിയാം സിങ്ക് ഈസ് എ മെറ്റൽ. സിങ്ക് എന്താണ്? മെറ്റൽ ആണ്. ക്ലിയർ ആണല്ലോ, സിങ്ക് ഈസ് എ മെറ്റൽ. അപ്പോൾ ഓർത്ത് നോക്കിയേ, അപ്പോൾ ഇതിലേതും വന്നു, കെമിസ്ട്രിയും വന്നു. സംഭവം മനസ്സിലായില്ലേ? ഇതിലേതും വന്നു, കെമിസ്ട്രിയും വന്നു. അപ്പോൾ എല്ലാ സാധനങ്ങളും ജി കെക്കകത്ത് ഏതിൽ വരാം? അനലോഗിൽ വരാം എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ക്രിയേറ്റ് ഈസ് റിലേറ്റഡ് ടു ഡിസ്ട്രോയ്. ക്രിയേറ്റും ഡിസ്ട്രോയും തമ്മിലുള്ള ബന്ധം എന്തുവാണ്? അതെന്താണ്? ഓപ്പോസിറ്റ് ആണ് അല്ലേ, സെറ്റ്. ക്രിയേറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഏത്? ഡിസ്ട്രോയ്. അങ്ങനെ വരുമ്പോൾ ഇൻ ദ സെയിം വേ ആസ് പർച്ചേസ്. പർച്ചേസ് വാങ്ങുക, ദെൻ വിൽക്കുക. വാങ്ങുക എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? വിൽക്കുക. ഞാൻ അത് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതുകൊണ്ടാണ് അധികം ഞാൻ താമസിപ്പിക്കാതെ തന്നെ അത് പറഞ്ഞ ആൻസർ എന്താണ്? സെല്ലാണ്. ആൻസർ എന്താണ്? സെൽ. അപ്പം ക്ലിയർ ആയി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് 20 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രണ്ണം ശരിയായി എത്രണ്ണം തെറ്റായി എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ തന്നെ പഠിച്ചുള്ള ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോസ് എല്ലാം കാണാൻ മറക്കരുത്. അറിയാമല്ലോ നമ്മുടെ ഈ ഒരു വീഡിയോ ഏത് ഗണത്തിൽ പെടുന്നു അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിൽ പെടുന്നു എന്നറിയാം. നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിനേഷന് വേണ്ടി ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രൊവൈഡ് ചെയ്തു തരുന്ന എന്താണ്? ഗ്രൂപ്പ് ഡി ലേണിംഗ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഫ്രീ സീരീസിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള റീസണിങ്ങിൻ്റെ ക്ലാസ്സാണ് നമ്മൾ. അതും അനലോഗിയാണ്. ഇത് മാത്രമല്ല കേട്ടോ, റീസണിങ്ങിൻ്റെ എല്ലാ ടോപ്പിക്കിൻ്റെ ഇതേപോലുള്ള ക്ലാസ്സുകൾ നമ്മളുടെ ഈ ഗ്രൂപ്പ് ഡി ലേണിംഗ് എക്സ്പ്രസ്സിലുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും റീസണിങ് മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, റീസണിങ് കൂടാതെ തന്നെ എല്ലാ ടോപ്പിക്കുകളും ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷന് വേണ്ടിയുള്ള എല്ലാ ടോപ്പിക്കുകളുടെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലയോ, എന്തെങ്കിലും ഡൗട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി. നിങ്ങൾ എങ്ങനെ പറയും? പേടിക്കണ്ട കേട്ടോ. ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് എന്തുണ്ട്? ഒരു ഗൂഗിൾ ഫോം പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. അത് കൂടാതെ തന്നെ താഴെ ഒരു നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ കോഴ്സിനെ കുറിച്ചും പിന്നെ നിങ്ങളുടെ ഡൗട്ട്സോ കാര്യങ്ങളുള്ള എല്ലാത്തിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ആ നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം എല്ലാ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എക്സാമിനേഷന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും ഏണസ്റ്റ് അക്കാഡമി നിങ്ങളുടെ ഒപ്പമുണ്ട്. അപ്പം സൈനിങ് ഓഫ് ഫ്രം സുബിൻ സുബൻ.